ஒவ்வொரு பூக்களுமே சொல்கிறதே, வாழ்வென்றால் போராடும் போர்க்களமே. ஒவ்வொரு விடியிலுமே சொல்கிறதே, இரவானால் பகலொன்று வந்திடுமே. நம்பிக்கை என்பது வெல்லும் நம் வாழ்வில், லட்சியம் நிச்சயம் வெல்லும் ஒரு நாளில். மனமே ஓ மனமே நீ மாறிவிடு, மலையோ அது பனியோ நீ மோதிவிடு. ஒவ்வொரு பூக்களுமே சொல்கிறதே, வாழ்வென்றால் போராடும் போர்க்களமே. SSLC പരീക്ഷയും വിജയശതമാനവും ഒക്കെയാണ് ഇപ്പോൾ നവമാധ്യമങ്ങളിലൊക്കെ ചർച്ചയായിക്കൊണ്ടിരിക്കുന്നത്. അത്തരത്തിൽ ഒരു A+ കിട്ടിയ സഹോദരിമാരുടെ വീട്ടിലാണ് നമ്മളിപ്പോൾ ഉള്ളത്. മലപ്പുറം ചങ്ങരംകുളം സ്വദേശികളായ നസ്രിയയും നൗഫിയയും. ഇവരെ മറ്റുള്ളവരൊന്നും വ്യത്യസ്തരാക്കുന്നത് SMA ബാധിച്ച് തളർന്ന ഇവർ പരീക്ഷയിൽ മുഴുവൻ വിഷയങ്ങളിലും A+ ലഭിച്ചിരിക്കുകയാണ്. കാണാം അവരുടെ വിശേഷങ്ങൾ. എൻ്റെ പേര് അഷ്റഫ്. ഞങ്ങൾ ചങ്ങരകുളത്തിനടുത്ത് കക്കടിപ്പുറത്താണ് താമസിക്കുന്നത്. എൻ്റെ മക്കളായ നൗഫിയ, നസ്രിയ, ഇവർക്ക് SSLC പരീക്ഷയിൽ എല്ലാ വിഷയത്തിലും ഫുൾ A+ കിട്ടി. അതിന് വളരെ സന്തോഷമുണ്ട്. അതുമാത്രമല്ല, ഇവർ സ്പൈനൽ മസ്കുലർ അട്രോഫി അഥവാ SMA എന്ന രോഗം തളർത്തിയ ഈ സാഹചര്യത്തിലും ഇത്രയും വലിയൊരു വിജയം നേടിത്തന്നത് ഞങ്ങൾക്ക് വാക്കുകളില്ല പറയാം, അത്രമാത്രം ഞങ്ങൾക്ക് സന്തോഷമുണ്ട്. ആ കാര്യത്തിന് വേണ്ടി ഇവരെ സപ്പോർട്ട് ചെയ്ത ഒരുപാട് ടീച്ചേഴ്സ്, ഇവരെ സ്കൂളിലെ HM, പ്രിൻസിപ്പൽ, അതേപോലെ ക്ലാസ് ടീച്ചേഴ്സ്, മറ്റു ടീച്ചേഴ്സൊക്കെ ഉണ്ട്. അതുകൂടാതെ നല്ലൊരു നാട്ടുകാരുടെയും മറ്റെല്ലാവരുടെയും സപ്പോർട്ട് കാരണം ഇത്രയും വിജയം കിട്ടിയത്. അതിൽ ആദ്യമായിട്ട് ഞാൻ അള്ളാഹുവിനെ സ്തുതിക്കുകയാണ്. അൽഹംദുലില്ലാ. ഞങ്ങൾക്ക് പ്രോഗ്രാമിൽ വെച്ചിട്ട് ഒരു ഓമ്നി വാൻ കിട്ടിയിട്ടുണ്ടായി. ആ ഓമ്നി വാനിൽ ഇവർക്ക് നമ്മൾ സീറ്റൊക്കെ സെറ്റ് ചെയ്തിട്ട് വീൽ ചെയറോട് കൂടി റാമ്പൊക്കെ സെറ്റ് ചെയ്ത് വീൽ ചെയറോട് കൂടി കയറ്റിയിട്ട് അവർ സ്കൂളിൽ കൊണ്ടുപോയിട്ട് വീൽ ചെയറോട് അവിടെ ഇരുത്തി കൊടുക്കും. അവർ വീൽ ചെയറിൽ ഇരുന്നിട്ടാണ് ക്ലാസ്സിലൊക്കെ അറ്റൻഡ് ചെയ്യുന്നതും. പിന്നെ വൈകുന്നേരം ക്ലാസ് വിട്ട് കഴിഞ്ഞാൽ വീട്ടിൽ കൊണ്ടുവരും, തിരിച്ച് വീട്ടിലേക്ക്. അവർ തുടർന്ന് പഠിക്കാൻ തന്നെ അവർക്ക് ആഗ്രഹം. അവർ ആദ്യം മുതലേ പഠിക്കാൻ നല്ല താല്പര്യമുള്ള കുട്ടികളായിരുന്നു. അപ്പോൾ അതിൻ്റെ അവരെ പഠിപ്പിക്കാനൊക്കെ തയ്യാറായാലും സ്കൂൾ അഡ്മിഷൻ എടുത്തൊക്കെ ചേർത്തതൊക്കെ ഇപ്പോൾ അവർ ഉപരിപഠനത്തിന് വേണ്ടി ഇപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന DHO HSS ഭൂപത്ര സ്കൂളിൽ തന്നെയാണ് അഡ്മിഷൻ എടുക്കാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ സയൻസിനാണ് അവർക്ക് താല്പര്യം. അപ്പോൾ സയൻസ് എടുത്ത് കൊടുക്കുക. ഒരാൾക്ക് നഴ്സറിയായിട്ട് താല്പര്യം IAS എടുക്കാനാണ്. നൗഫിയ മെഡിസിൻ എടുക്കാനാണ് ആഗ്രഹിക്കുന്നത്. അപ്പോൾ അത്രയും അള്ളാഹുവിൻ്റെ തൗഫീഖ് കൂടി എത്രമാത്രം പോകും അത്രമാത്രം അവർ സപ്പോർട്ട് ചെയ്ത് മുന്നോട്ട് കൊണ്ടുപോകാൻ തന്നെ ഞങ്ങൾ ആഗ്രഹിക്കുന്നത്.
പരീക്ഷയിൽ ജയിച്ചിരിക്കുകയാണ്, സന്തോഷമായോ? ഒത്തിരി സന്തോഷമായി. ആരാണ് പരീക്ഷക്കൊക്കെ സഹായിക്കുകയൊക്കെ ചെയ്തിരുന്നത്? അനിയത്തിയാണ്. അവള് സ്കൂളിൽ പോയിട്ട് പഠിച്ചിട്ട് അവൾ വന്നിട്ടാണ് എനിക്ക് പറഞ്ഞു തരല്. പറ്റുമ്പോഴൊക്കെ ഞാൻ പോയിരുന്നു. പിന്നെ സ്കൂളിൽ നിന്ന് എല്ലാവരും സപ്പോർട്ട് ചെയ്യുന്ന ടീച്ചേഴ്സും അവരൊക്കെ വാട്സപ്പ് വഴി ഓരോന്ന് പറഞ്ഞു തരും. അങ്ങനെയാണ് പഠിച്ച്. പിന്നെ ഉപ്പച്ചും ഉമ്മച്ചും എല്ലാവരും സപ്പോർട്ട് ചെയ്യുന്നു. ഇനി എന്താവണമെന്നാണ് ആഗ്രഹം? മെഡിസിൻ പഠിക്കാനാണ്. മെഡിസിൻ പഠിക്കണമെന്നാണ് ആഗ്രഹം. പ്ലസ് ടു ഏത് വിഷയം? സയൻസ് എടുക്കണം. സയൻസ്. ഒത്തിരി സന്തോഷം തോന്നുന്നു. അൽഹംദുലില്ലാ. പിന്നെ ഞങ്ങളെക്കാൾ ഏറെ സന്തോഷം ഉപ്പച്ചിക്കും ഉമ്മച്ചിക്കുമാണ്. അവരാണ് ഫുൾ A+ കിട്ടണമെന്ന് ഞങ്ങളെക്കാൾ ഏറെ ആഗ്രഹിച്ചത്. അപ്പോൾ പഠിക്കുമ്പോൾ ഞങ്ങൾ അവർക്ക് വേണ്ടിയിട്ട് തന്നെയാണ് പഠിച്ചിരുന്നത്. അപ്പോൾ A+ കിട്ടിയപ്പോഴും അവർക്കാണ് ഏറ്റവും കൂടുതൽ സന്തോഷം. ഞങ്ങൾക്ക് ഞങ്ങളുടെ മാക്സിമം ഞങ്ങൾ എഴുതിയിട്ടുണ്ട്. അപ്പോൾ ഒരു പ്രതീക്ഷ ഉണ്ടായിരുന്നു. പിന്നെ എന്നാലും പേടിയൊക്കെ ഉണ്ടായിരുന്നു അത്യാവശ്യം. ഓൺലൈൻ ക്ലാസ് ആയപ്പോൾ അതിൻ്റേതായിട്ടുള്ള ബുദ്ധിമുട്ടുകളുണ്ടായിരുന്നു. അപ്പോൾ പിന്നെ ടീച്ചേഴ്സിനെ വിളിച്ചിട്ട് ഡൗട്ടൊക്കെ ചോദിച്ചാൽ അവർ അപ്പം തന്നെ ക്ലിയർ ചെയ്ത് തരും. അവരൊക്കെ കറക്റ്റ് സപ്പോർട്ടായിട്ട് നിന്നുകൊണ്ട് വലിയ പ്രശ്നം ഉണ്ടായില്ല. അതെ. 7th വരെ ഞങ്ങൾ വീട്ടിൽ ഇരുന്നിട്ടാണ് പഠിച്ചത്. പല സ്കൂളിൽ നിന്നായിട്ട് ടീച്ചേഴ്സ് വന്നിട്ട് ഞങ്ങൾക്ക് ക്ലാസ് എടുത്ത് തരും. പക്ഷെ അത് ഞങ്ങൾക്ക് നല്ലപോലെ ക്ലാസ് കിട്ടിയിരുന്നില്ല. ശരിക്കൊന്നും പഠിപ്പ് നടന്നിരുന്നില്ല. അപ്പോൾ ഞങ്ങൾക്ക് പഠിക്കണം എന്ന് നല്ല ആഗ്രഹം ഉണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ FBയിൽ ഒരു പോസ്റ്റ് ഇട്ടു ഞങ്ങൾക്ക് പഠിക്കണം എന്ന് പറഞ്ഞിട്ട്. അപ്പം അത് കണ്ടിട്ട് ഹഫ്സിൽക്ക എന്ന് പറഞ്ഞിട്ടുള്ളൊരു ഇക്കാക്ക് വന്നിട്ട് ആണ് ഞങ്ങൾ DHHSS പൂക്കോട്ടൂർ സ്കൂളിൽ ചേർത്തത്. പിന്നെ സ്കൂളിലെ ടീച്ചേഴ്സ് പിന്നെ HM ഹമീദ് സാറ്, പ്രിൻസിപ്പൽ ബെൻഷമം, പിന്നെ ക്ലാസ് ടീച്ചർ മൈമൻ മിസ്, എല്ലാ ടീച്ചേഴ്സും എല്ലാ ഫ്രണ്ട്സും എല്ലാവരും നല്ല സപ്പോർട്ടായിട്ട് നിന്നു. പിന്നീട് വണ്ടിയിൽ റാമ്പ് വെക്കും, എന്നിട്ട് കയറും. എന്നിട്ട് ഉപ്പച്ചി കൊണ്ടാക്കി തരും. പിന്നെ വൈകുന്നേരം ഉപ്പച്ചി വിളിക്കാനായിട്ട് വരും. ക്ലാസ്സിലും റാമ്പൊക്കെ ഉണ്ട്. ബാക്കി പിന്നെ എല്ലാ ഹെൽപ്പൊക്കെ ടീച്ചേഴ്സും ഫ്രണ്ട്സൊക്കെ ചെയ്തു തരും. ഇല്ല, ഞങ്ങൾക്ക് ടൈം പെട്ടെന്ന് എഴുതിയെടുക്കാനായിട്ട് ബുദ്ധിമുട്ടായതുകൊണ്ട് സ്ക്രൈബിന് വെച്ചു 9th കുട്ടി. അപ്പോൾ ഞങ്ങൾ പറഞ്ഞു കൊടുക്കും, അവരെഴുതി തരും. +2 സയൻസ് എടുക്കാനാണ് വിചാരിക്കുന്നത്. പക്ഷെ പ്രാക്ടിക്കൽ ഞങ്ങൾക്ക് ചെയ്യാൻ ബുദ്ധിമുട്ടായതുകൊണ്ട് പ്രാക്ടിക്കലിന് സ്ക്രൈബിന് വെക്കാൻ പറ്റില്ല എന്നാണ് ഇപ്പോൾ എല്ലാവരും പറയുന്നത്. അപ്പം അതൊന്നുകൂടി ടീച്ചേഴ്സ് അന്വേഷിച്ചിട്ട് പറയാമെന്നാണ് പറഞ്ഞിട്ടുള്ളത്. അംബിഷൻ ഞങ്ങൾക്ക് എനിക്ക് IAS എടുക്കാനാണ്. താത്താക്ക് മെഡിസിൻ പഠിക്കണമെന്നാണ്. ഒരു പൂക്കളുമേ சொல்கிறதே வாழ்வென்றால் போராடும் போர்க்களமே ஒவ்வொரு விடியலுமே சொல்கிறதே இரவானால் பகலொன்று வந்திடுமே நம்பிக்கை என்பது வெல்லும் நம் வாழ்வில் லட்சியம் நிச்சயம் வெல்லும் ஒரு நாளில் മനമേ ഓ മനമേ നീ മാറിവിട് മലയോ അത് പനിയോ